SOC അനലിസ്റ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഓരോ സെക്കൻഡിലും തൗസൻഡ്സ് ഓഫ് ലോഗ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. ലോഗിൻസ്, ഫെയിൽഡ് അറ്റംപ്റ്റ്സ്, ഫയൽ ആക്സസ്, സസ്പീഷ്യസ് ആക്ടിവിറ്റി. ഒരു SOC അനലിസ്റ്റ് ഈ ലോഗ്സ് എല്ലാം അനലൈസ് ചെയ്ത് പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യും. ആ ടൂളിൻ്റെ പേരാണ് SIEM, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഒരു നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യുക, ലൈക്ക് ഫയർവാൾ ഡാറ്റ, എൻഡ് പോയിൻറ്റ് ഡാറ്റ, ആപ്ലിക്കേഷൻ ഡാറ്റ. ആ ഡാറ്റയെല്ലാം കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവരലാണ് ഈ ടൂളിൻ്റെ മെയിൻ പർപ്പസ്. ഒരു SOC അനലിസ്റ്റിൻ്റെ മെയിൻ വെപ്പണാണ് ഈ ടൂൾ. കാരണം അലേർട്ട്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, സസ്പീഷ്യസ് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ ഈ ടൂൾ SOC അനലിസ്റ്റിനെ സഹായിക്കും. SIEM പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ലെറ്റ്സ് ഡിഫൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത ഒരു ലാബ് എൻവിറോൺമെൻ്റ് ആണ്. ഇതാണ് ഈ ടൂളിൻ്റെ ഡാഷ്ബോർഡ്. മെയിൻ ചാനലിലൂടെയാണ് ഏതെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി കാരണം ഫ്ലാഗ് ചെയ്ത അലേർട്ട്സ് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് ലോഗ്സ് ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് വളറബിലിറ്റി ഹൈ ആണോ, ലോ ആണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ്. അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ഏത് വളറബിലിറ്റി ആണ്, എത്ര സിവിയാരിറ്റി ഉണ്ട്, ഏത് ദിവസമാണ് ഈ ലോഗ് ക്രിയേറ്റ് ചെയ്ത്, ഏത് ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണെന്ന്. ലോഗ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ടൈം, ഏറ്റവും കൂടുതൽ സിവിയാരിറ്റി കൂടുതലുള്ള ലോഗ്സ് ക്ലോസ് ചെയ്യാൻ എത്ര പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. കാരണം അത്രയും റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു ഹൈ സിവിയാരിറ്റി വളറബിലിറ്റി കാണാം. ഏത് മാസമാണ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അലേർട്ട് ക്രിയേറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞ ഒരു റൂൾ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെക്ക് പോയിന്റ് സെക്യൂരിറ്റി ഗേറ്റ് വേയിൽ ഒരു ആർബിട്രറി ഫയൽ റീഡ് ചെയ്യാൻ നോക്കി എന്നതുകൊണ്ടാണ് ഇവിടെ ഈ റൂൾ ക്രിയേറ്റ് ആയത്. പിന്നെ ഇവന്റ് ID, ഒരു യൂണിക് ഇവന്റ് ID കൊടുത്തിട്ടുണ്ട്. 263 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് ടൈപ്പാണ് ഇത്? വെബ് അറ്റാക്ക് ആണ്. ആ വെബിലൂടെയാണ് ഇത് അറ്റാക്ക് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കൂടുതൽ ആ വെബ് അറ്റാക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇവിടെ ഹോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. മേ ബി ഇതൊരു അറ്റാക്കർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ ആയിരിക്കാം. പിന്നെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ്. ലൈക്ക് ഹ്യൂമൻസ് എങ്ങനെയാണോ പേര് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതുപോലെ ഡിവൈസസ് ഈ ന്യൂമറിക്കൽ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. പിന്നെ ഇവിടെ റിക്വസ്റ്റഡ് URL എന്ത് URL ആണ് യൂസർ ആക്സസ് ചെയ്യാൻ നോക്കിയത്, എന്താണ് അവിടെ റിക്വസ്റ്റ് കൊടുത്തത്, പിന്നെ ഏത് ബ്രൗസറിലെ ആക്സസ് ചെയ്യാൻ നോക്കിയത്, പിന്നെ ഈ അലേർട്ട് ട്രിഗർ ആവാൻ എന്താ കാരണമെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്പ്ലോയിറ്റ് പാറ്റേൺ അവിടെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് അലൗഡ് ആണോ അല്ലെങ്കിൽ ഡിനൈഡ് ആണോ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാനുള്ളത് ലോഗ് മാനേജ്മെന്റ് ടാബാണ്. ഈ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫയർവാൾ ഡാറ്റ, ലോഗിൻ ഡാറ്റ, സെർവറിൽ എന്തെല്ലാം ആക്ടിവിറ്റി സംഭവിച്ചിട്ടുണ്ട്, അങ്ങനത്തെ എല്ലാ ഡാറ്റയും ഈ ലോഗ് മാനേജ്മെന്റിലാണ് സ്റ്റോർ ആവുന്നത്. ഇത് നോക്കിയിട്ട് നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു IP അഡ്രസ്സിൽ. ഒരു സെർവർ ആണെങ്കിൽ അതിൽ, ഫോർ എക്സാമ്പിൾ ഇതിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു URL ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ് ഗെറ്റ് ആണ്. ഡിവൈസ് ഇതിന് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. പവർ ഷെല്ല് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ MD5 ഹാഷ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ അറിയാൻ പറ്റും. ഇനി എൻഡ് പോയിന്റ് സെക്യൂരിറ്റിക്ക് വരികയാണെങ്കിൽ എൻഡ് ഡിവൈസസ്, ലൈക്ക് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സെർവറോ അങ്ങനത്തെ വല്ല ഡിവൈസസിൻ്റെയും ഡാറ്റ അറിയാനാണ് ഇതിൽ യൂസ് ചെയ്യാറ്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ലോഗ് എടുത്ത് നോക്കി വെച്ചാൽ അതിലെ ഈ ഹോസ്റ്റിൻ്റെ നെയിമിൻ്റെ പേരെന്താണ്, IP അഡ്രസ്സ്, ഏത് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഇത് ക്ലയൻ്റ് ആണോ സെർവർ ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് ലോഗിൻ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ പ്രോസസ്സ് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്, എന്തെല്ലാം സർവീസസ് ഇതിൽ നോക്കി റൺ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പ്രോസസ് പേജിലൂടെ അറിയാൻ പറ്റും. പിന്നെ ഏതെല്ലാം ഡിവൈസസ് ഓർ നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതറിയാൻ വേണ്ടി ഈ നെറ്റ്വർക്ക് ആക്ഷനിൽ പോയാൽ മതി. പിന്നെ ടെർമിനലിൽ എന്തെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കമാൻഡ്സ് റൺ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ടെർമിനൽ ഹിസ്റ്ററി നോക്കാം. പിന്നെ ഇവിടെ ബ്രൗസർ ഹിസ്റ്ററിയിൽ എന്തെല്ലാം ബ്രൗസിങ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അതിൽ പോയി നോക്കിയാൽ മതി. പക്ഷേ ഇതിലിപ്പോഴൊന്നും ബ്രൗസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു അറ്റാക്ക് ഈ ഡിവൈസ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് കണ്ടെയ്ൻ ചെയ്യാം. അപ്പോൾ വേറൊരു സിസ്റ്റം ഇത് ഈ ഡിവൈസ് കാരണം അഫക്റ്റ് ആവില്ല. ഇനി ഇമെയിൽ സെക്യൂരിറ്റി ടാബിൽ പോയി വെച്ചാൽ എത്ര യൂസേഴ്സ് ഇമെയിൽസ് റിസീവ് ചെയ്തിട്ടുണ്ട്, സെൻഡറിൻ്റെ ഡീറ്റെയിൽസ്, റിസീവറിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇമെയിൽ റിസീവ് ചെയ്തോ ഇല്ലയോ എന്ന്. അത് ഓപ്പൺ ചെയ്ത് നോക്കി വെച്ചാൽ നമുക്ക് ഇതിൽ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട്, അതിൻ്റെ IP അഡ്രസ്സ്, എന്തെങ്കിലും മലീഷ്യസ് ഫാക്ടേഴ്സോ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. ത്രെറ്റ് ഇൻ്റൽ ടാബ് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ടാബാണ്. കാരണം അതിൽ നമ്മൾ
ഓൾറെഡി ഫ്ലാഗ്ഡ് ആയ URL IP അഡ്രസ്സോ ഹാഷ് ഫയൽസോ ഡൊമൈൻസോ അങ്ങനെ എന്തിൻ്റെങ്കിലൊക്കെ ഡാറ്റ എന്തെങ്കിലും നമ്മൾക്ക് ഫ്ലാഗ്ഡ് ആയ ഡാറ്റ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു IP അഡ്രസ്സിൽ നമ്മൾ കൊണ്ട് കൊടുത്തു വെച്ചാൽ അത് ഓൾറെഡി ഫ്ലാഗ്ഡ് ആണെങ്കിൽ അത് നമ്മൾക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ട്രസ്റ്റഡ് സോഴ്സ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലീഷ്യസ് ആക്ടിവിറ്റി ആണോ എന്ന്. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്ത IP അഡ്രസ്സ് ഫ്ലാഗ്ഡ് ആയിട്ടാണ് കാണുന്നത്. അനോണിമസ് ഡാറ്റ സോഴ്സ് എന്നാണ്. ഒരു CVE2241 ഒരു വൾണറബിലിറ്റി കാറ്റഗറിയിലാണ് ഇത് പെടുന്നത്. ഈ IP അഡ്രസ് ഇതൊരു മലീഷ്യസ് IP അഡ്രസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഇനി അടുത്തത് സാൻഡ് ബോക്സ് പറഞ്ഞ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. നമുക്ക് വിൻഡോസിൻ്റെയോ ലിനക്സിൻ്റെയോ ഒരു സിസ്റ്റം ഓൺലൈനായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാനാണ്. ഏതെങ്കിലും മാൾവെയറോ എന്തെങ്കിലും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാറ്. ഇവിടെ വിൻഡോസിൻ്റെയും ലിനക്സിൻ്റെയും ഉണ്ട്. പക്ഷേ ഇതിൽ കണക്ട് ചെയ്യാൻ നോക്കിയത് പെയ്ഡാണ്. കാരണം നമുക്ക് ഒരു VIP പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വേണം. പിന്നെ അങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടി വേറെയും കുറേ സാൻഡ് ബോക്സ് ടൂൾസ് ഉണ്ട്. ലൈക്ക് എനി റൺ. ഒരു ലോഗ് അനലൈസ് ചെയ്യാൻ വേണ്ടി മെയിൻ ചാനലിൽ പോയി ടേക്ക് ഓണർഷിപ്പ് കൊടുക്കുക. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചാനലിൽ പോയാൽ ആ അലേർട്ട് അവിടെ കാണാം. അവിടെ നിന്ന് ക്രിയേറ്റ് കേസ് കൊടുത്ത് കേസ് മാനേജ്മെന്റ് സെക്ഷനിൽ പോയാൽ ഒരു പ്ലേ ബുക്ക് കിട്ടും. പ്ലേ ബുക്ക് പറഞ്ഞ ഒരു ഗൈഡാണ്. എങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു പ്രീ ഡിഫൈൻഡ് ഗൈഡ്. അത് നോക്കി പ്രോപ്പറായി അനലൈസ് ചെയ്ത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു ലോഗ്സ് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഡിഫെൻഡ് പ്ലാറ്റ്ഫോമിൽ SOC അനലിസ്റ്റ് ലേണിംഗ് പാത്ത് പറഞ്ഞിട്ട് ഒരു വാക്ക് ത്രൂ ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലെല്ലാം ഫ്രീ കണ്ടന്റ് അല്ല, പക്ഷേ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും.